അസ്സാം വലൈക്കും. ഇന്ന് ഞാനൊരു കിടിലൻ ടിപ്സുമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ് പറയുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ തീരാറായതും തീർന്നതും ഒക്കെ കാണുമല്ലോ ടൂത്ത് പേസ്റ്റ്. അപ്പോൾ അത് നമ്മൾ എടുത്ത് കട്ട് ചെയ്ത് കുറച്ച് വെള്ളത്തിലോട്ടിട്ട് ഇതിനൊക്കെ നന്നായിട്ട്, ഇതിനകത്ത് ഒരുപാടുണ്ടായിരിക്കും, നമ്മൾ കളയുന്നതിന് മുമ്പ് കുറച്ച് ഇരിപ്പുണ്ടായിരിക്കും. അത് മതി നമ്മുടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. നല്ല ഒരു ക്ലീനിങ് ഏജൻറ്റാണ് കേട്ടോ. അതുപോലെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്ലോസപ്പ് ഒന്നും എടുക്കാൻ നിൽക്കേണ്ട. ജെല്ലി ടൂത്ത് പേസ്റ്റിനേക്കാളും നല്ലത് നമ്മുടെ ഗോൾഗേറ്റ് പോലുള്ള ടൂത്ത് പേസ്റ്റാണ് നല്ലത്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളമെടുത്ത് നമ്മുടെ ഈ ഗ്യാസിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക, നമ്മുടെ ആവശ്യത്തിനെടുത്ത്. എന്നിട്ട് നല്ലതുപോലെ എല്ലായിടവും ആകത്തക വിധം എല്ലായിടവും വെള്ളം എത്തിച്ചിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഉരച്ച് കഴിഞ്ഞാൽ നല്ല പള വെട്ടിത്തിളങ്ങും നമ്മുടെ ഗ്യാസ് സ്റ്റൗ. ചെറിയ സ്ക്രബ്ബർ ഉണ്ടല്ലോ, സ്പോഞ്ചിൻ്റെ, അത് മതി. അത് വെച്ചിട്ട് നമ്മുടെ ഈ സൈഡുകളിലൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും. നല്ലപോലെ അഴുക്കുകളൊക്കെ പോവും. ഒരു സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ് കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഉണ്ടല്ലോ ടൂത്ത് പേസ്റ്റ് കഴിയാറായത്, കാണുമായിരിക്കുമല്ലോ. നമ്മളിതിന് പ്രത്യേകം പൈസയൊന്നും കൊടുക്കണ്ട വാങ്ങാൻ. എൻ്റെ അവിടെയൊക്കെ ഉള്ള അഴുക്കുകളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. നല്ലൊരു ട്രിക്കാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. കണ്ടോ, നല്ലപോലെ അഴുക്കെല്ലാം പോയിട്ടുണ്ട്. പുത്തനായിട്ടുണ്ട്. നല്ല തിളങ്ങുന്നുണ്ട്. ഞാൻ രാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്ന കാരണം ലൈറ്റിൻ്റെയൊക്കെ ചെറിയ ഒരു ബുദ്ധിമുട്ടുള്ളത് കാരണം നന്നായിട്ട് അറിയാത്തതാണ്. പക്ഷെ നല്ല തിളക്കം ഉണ്ടായിരുന്നു. കണ്ടോ, ഇപ്പോൾ നല്ല വെട്ടി തിളങ്ങുന്ന ഗ്യാസ് സ്റ്റൗ ആയിട്ടുണ്ട്. നമ്മൾ ഇത് ഗ്യാസ് സ്റ്റൗവിന് മാത്രമല്ല, ഈ വെള്ളം എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. വാഷ് ബേസിൻ കഴുകാനും സിങ്ക് കഴുകാനും ഒക്കെ ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഇതാ കുറച്ച് ഇത്രയും ബാലൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ വാഷ് ബേസിലോട്ട് ഒഴിക്കുവാണ്. വാഷ് ബേസിലോട്ടിട്ട് ഒഴിച്ച് ഇതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് നമ്മുടെ സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ക്ലീനാവും, നല്ല വെട്ടി തിളങ്ങും. കണ്ടോ, നല്ലപോലെ വെട്ടി തിളങ്ങുന്നത് കണ്ടോ. ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് വെട്ടിത്തിളങ്ങും. ഞാനിതിൽ സോഡാപ്പൊടിയോ വിനാഗിരിയോ സോപ്പോ ഒന്നും ചേർത്തിട്ടില്ല. വെറും നമ്മുടെ ടൂത്ത് പേസ്റ്റിൻ്റെ വെള്ളം മാത്രമാണ്. എന്നിട്ട് പോലും അത് നന്നായിട്ട് പതയുന്നുണ്ട്. കണ്ടോ, ഞാൻ കഴുകി കളഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. മസ്റ്റ് ട്രൈ.